ഞങ്ങൾക്ക് മലയാളികളെ വേണ്ട. ഇതാണ് ഇപ്പോൾ DK ശിവകുമാർ, കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാറിന്റെ പുതിയ വിവാദ പ്രസ്താവന. ഞങ്ങൾക്ക് മലയാളികളെ വേണ്ട എന്ന് അദ്ദേഹം പറയുമ്പോൾ, കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ പറയുന്ന കർണാടകയിൽ ബുൾഡോസർ രാജിനോട് സമാനമായ സംഭവം സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായപ്പോൾ അതിനെ ചോദ്യം ചെയ്തതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം തിരിച്ചു ചോദിച്ചൊരു ചോദ്യം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ തിരിച്ചു പറഞ്ഞ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു. ആദ്യം കേരളത്തിലെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കും, നിങ്ങളുടെ നാട്ടിലെ പ്രശ്നം പരിഹരിച്ചിട്ട് മതി മറ്റുള്ള നാടുകളിലെ പ്രശ്നത്തെക്കുറിച്ച് അന്വേഷിക്കുന്നത് എന്നുള്ള രീതിയിൽ വളരെ മോശമായ ഒരു പരാമർശം അദ്ദേഹം നടത്തിയിരുന്നു. അതിനെ ഈ പറയുന്ന മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ അനുകൂലിക്കുന്നത് നമ്മൾ കണ്ടിരുന്നു കർണാടകയിൽ. ഇന്നിപ്പോൾ ഈ പറയുന്ന കോൺഗ്രസ് പാർട്ടി മതവും ജാതിയും അല്ലെങ്കിൽ വിവേചനങ്ങളൊന്നുമില്ലാതെ എല്ലാവരും ഒരുപോലെ എന്ന് പറഞ്ഞുകൊണ്ട് ഘോരഘോരം പ്രസംഗിക്കുന്ന കോൺഗ്രസ് പാർട്ടിയുടെ ഉപമുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്നാണ് ഇത്തരത്തിലൊരു പ്രസ്താവന ഉണ്ടായിരിക്കുന്നത്. ഇതിനെ നമുക്ക് എങ്ങനെ അംഗീകരിക്കാൻ സാധിക്കും? മലയാളികളെ വേണ്ട എന്ന് അദ്ദേഹം പറയുമ്പോൾ നമ്മുടെ KC വേണുഗോപാൽ ദേശീയ നേതാവാണിപ്പോൾ. KC വേണുഗോപാലിനെ വേണ്ട എന്നാണോ അദ്ദേഹം പറയുന്നത്? ഇപ്പോൾ അദ്ദേഹത്തിന് നയപരമായി ഇപ്പോൾ കേരളം അവരുടെ കാര്യങ്ങളിൽ ഇടപെടേണ്ട എന്നൊരു തോന്നലുണ്ടെങ്കിൽ നടത്തുന്ന പ്രസ്താവനകൾ മാന്യമുള്ളതായിരിക്കണം. അതുപോലെ തന്നെ ഈ ബുൾഡോസർ രാജ് പോലുള്ള കാര്യങ്ങൾ, വളരെ മൃഗീയമായ മനുഷ്യത്വരഹിതമായ കാര്യങ്ങൾ സ്വന്തം സംസ്ഥാനത്ത് അരങ്ങേറുമ്പോൾ രാജ്യത്തുള്ള പല ഭാഗങ്ങളിൽ നിന്നും ചോദ്യങ്ങൾ ഉന്നയിക്കപ്പെടും. രാജ്യത്തിനുള്ളിൽ നിന്ന് മാത്രമല്ല, പുറത്ത് അത് ശ്രദ്ധ ആകർഷിക്കുന്നുണ്ടെങ്കിൽ പുറത്തു നിന്ന് പോലും ചോദ്യങ്ങൾ ഉയർന്നു വരും. അതിന് ഉത്തരം നൽകേണ്ടത് അയാളാണ്. അതെ, തീർച്ചയായിട്ടും. പക്ഷേ ഇവിടെ ഇവർ പറയുന്നുണ്ട്, ഇതിനു മുൻപ് തന്നെ ഈ പറയുന്ന അവിടെ താമസിച്ചിരുന്ന നിവാസികൾക്ക് നോട്ടീസ് കൊടുത്തിരുന്നു, ഇന്ന ഡേറ്റിനുള്ളിൽ മാറണം, ഇന്ന ഡേറ്റിന് ശേഷം ഞങ്ങൾ ഇത് ചെയ്യുമെന്നുള്ളത് നേരത്തെ അറിയിച്ചിരുന്നു. അത് മാറാതിരുന്നെങ്കിൽ അത് അവിടെ താമസിക്കുന്ന ആളുകളുടെ തെറ്റാണ് എന്നാണ് ഈ പറയുന്ന കർണാടകയിലെ സർക്കാരും അതുപോലെ തന്നെ കേരളത്തിലെ കോൺഗ്രസും എടുത്തെടുത്ത് പറയുന്നത്. പിന്നെ KC വേണുഗോപാലിന്റെ കാര്യം മേഘ സൂചിപ്പിച്ചു. KC വേണുഗോപാൽ ഇത്തരത്തിൽ ഇതുമായി ബന്ധപ്പെട്ടൊരു പരാമർശം നടത്തിയപ്പോൾ കർണാടകയിലെ ഒരു BJP നേതാവ് പറഞ്ഞത്, ഇത് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ രാഹുലിന്റെ കോളനി അല്ല, അതുകൊണ്ട് ആ ഒരു രീതിയിലുള്ള വിമർശനങ്ങളൊന്നുമായിട്ട് ഇങ്ങോട്ട് വരണ്ട, അത്തരത്തിലായിരുന്നു ഈ പറയുന്ന BJP നേതാവിന്റെ ഒരു പ്രസ്താവന അല്ലെങ്കിൽ മറുപടി എന്ന് പറയുന്നത്. അതിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലായിരുന്നു ഈ പറയുന്ന DK ശിവകുമാർ ആണെങ്കിലും സിദ്ധരാമയ്യയുടെ ഭാഗത്ത് നിന്നുമൊക്കെ അനുകൂലിച്ചുകൊണ്ടുള്ള രീതിയിലുള്ളൊരു മറുപടിയാണ് നമ്മൾ കണ്ടിരുന്നത്. അപ്പൊ സ്വാഭാവികമായും ഈ പറയുന്ന മലയാളികളെ വേണ്ട എന്ന് പറയുമ്പോൾ KC വേണുഗോപാലിനെയും വേണ്ടേ എന്ന് ചോദിക്കുമ്പോൾ വേണ്ട എന്ന് തന്നെയാണ് അവരുടെ മറുപടി. അപ്പോൾ അവിടെ ഭരിക്കുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഒരു ഗവൺമെന്റ് ആണ്. അപ്പോൾ ദേശീയ നേതൃത്വത്തിലുള്ള ഒരു കോൺഗ്രസ് നേതാവിനെ വേണ്ട എന്നല്ലെങ്കിൽ അദ്ദേഹത്തെ അപഹാസ്യനാക്കുന്ന രീതിയിലുള്ള ഈ പ്രസ്താവനകൾ നമുക്ക് ഒട്ടും അംഗീകരിക്കാൻ പറ്റാത്തതാണ്. കാരണം KC വേണുഗോപാൽ ആദ്യഘട്ടത്തിൽ തന്നെ ഈ ഉപമുഖ്യമന്ത്രിയുമായും മുഖ്യമന്ത്രിയുമായും മറ്റു മന്ത്രിമാരുമായും ഫോണിൽ സംസാരിച്ച് അവർക്ക് പുനരധിവാസം ഉറപ്പാക്കുമെന്നും ഈ സംഭവം നടന്ന അടുത്ത ദിവസം തന്നെ 180 വീടുകളിൽ ആൾക്കാർക്ക് തുറന്നു കൊടുക്കുമെന്നും ഉറപ്പ് നൽകിയ ആളാണ്. അപ്പോൾ ആ വാക്കുകൾ പാലിക്കാൻ പറ്റാത്തത് കൊണ്ടാണോ ഇപ്പോൾ മാറ്റി പറയുന്നത് എന്നുള്ളൊരു കാര്യമാണ്. പിന്നെ പറഞ്ഞൊരു മറ്റൊരു കാര്യം, നോട്ടീസ് കൊടുത്തിരുന്നു എന്നുള്ളത്. ഇപ്പോൾ ഒരു സംസ്ഥാനത്തിനുള്ളിൽ നടക്കുന്ന ഒരു കാര്യം, ഇപ്പോൾ കർണാടകയിൽ ഉണ്ടായ ഈ സംഭവം അവർ അനധികൃതമായി താമസിക്കുന്ന സ്ഥലമാകാം, കുടിയേറി പാർത്ത സ്ഥലമാകാം, പട്ടയമില്ലാത്ത സ്ഥലമാകാം, മറ്റു രേഖകളില്ലാത്ത സ്ഥലമാകാം. പക്ഷേ അവിടെ നിന്ന് അവരെ കുടിയൊഴിപ്പിക്കുമ്പോൾ അതിന്റെ ഉത്തരവാദിത്തം സർക്കാരിനുണ്ട്. അവർക്കൊരു ബദൽ മാറി താമസിക്കാൻ ഒരു ഇടമുണ്ടോ, അവർക്ക് മാറി താമസിക്കാനുള്ള സാഹചര്യമുണ്ടോ? ഇപ്പോൾ സാമ്പത്തികപരമായിട്ടുള്ള ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതായത് 1000-ന് മുകളിൽ വീടുകൾ ഇത്തരത്തിൽ താമസിക്കുന്ന ആളുകളെ മാറ്റി പാർപ്പിക്കാൻ അവർ നിർമ്മിച്ചിട്ടുണ്ട് എന്നാണ് കഴിഞ്ഞ ദിവസം എന്നോടൊരു കൃത്യമായ പുനരധിവാസം ഉറപ്പാക്കണമായിരുന്നു. ഇപ്പോൾ അവരെല്ലാം മാറി താമസിച്ചതിന് ശേഷം വീടുകൾ ഇടിച്ചു നിരപ്പാക്കിയതല്ല, ഒറ്റ രാത്രി കൊണ്ട് അവരെല്ലാം വലിച്ച റോഡിലേക്ക് ഇട്ടിട്ടാണ് കെട്ടിടങ്ങളെല്ലാം നശിപ്പിച്ചു കളയുന്നത്. ഈ പുനരധിവാസത്തിന് ശേഷമാണ് ഇതെല്ലാം നടക്കേണ്ടത്. ഇപ്പോൾ ബുൾഡോസർ രാജ് UP-യിൽ നടന്നാലും, ഇപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ചെങ്കോട്ട സ്ഫോടനത്തിന് ചുക്കാൻ പിടിച്ച ആളുടെ വീട് ബുൾഡോസർ ഉപയോഗിച്ച് തകർത്തൊരു സംഭവം നമ്മൾ കണ്ടു. അതുപോലും അംഗീകരിക്കാൻ പറ്റാത്തതാണ്. UP-യിൽ നടന്നാലും തെറ്റാണ്, കർണാടകയിൽ നടന്നാലും തെറ്റാണ്, കേരളത്തിൽ നടന്നാലും തെറ്റാണ്. അതുകൊണ്ട് തന്നെ ഈ പുനരധിവാസം ഉറപ്പാക്കിയതിന് ശേഷം ആയിരുന്നു ഈ നടപടികളെല്ലാം എടുക്കേണ്ടിയിരുന്നത്. ഇനി ഇത് സംഭവിച്ചതിന് ശേഷം ഞങ്ങളത് ചെയ്തിരുന്നു, ഞങ്ങളത് പറഞ്ഞിരുന്നു, നോട്ടീസ് കൊടുത്തിരുന്നു എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ഈ UP-യിലെ ബുൾഡോസർ രാജുമായി ബന്ധപ്പെടുത്തി ഇത് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത്, അല്ലെങ്കിൽ പല കോൺഗ്രസ് നേതാക്കന്മാരും നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്, UP-യിൽ ഇത് നടന്നപ്പോൾ ഒരു ചെറുവിരൽ പോലും അനക്കാതെ അല്ലെങ്കിൽ ഒരു വാക്ക് പോലും മറത്തുരിയാടാതെ നിന്നിരുന്ന പിണറായി വിജയനും പിണറായി സർക്കാരുമാണ് ഇന്നിപ്പോൾ കർണാടകയിൽ, കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയിൽ ഇത്തരത്തിലൊരു വിഷയം വന്നപ്പോൾ അത് UP-യിലെ ബുൾഡോസർ രാജുമായി താരതമ്യം ചെയ്യുന്നത്. എന്തുകൊണ്ട് UP-യിൽ ഭരിക്കുന്നത് ഈ പറയുന്ന BJP ആയതുകൊണ്ടാണോ അന്നവർ സംസാരിക്കാൻ
സംസാരിക്കാതെ ഇരുന്നത് എന്നുള്ളത് ഒരു ചോദ്യമായി തന്നെ ഉന്നയിക്കുകയാണ് കോൺഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ അതിനപ്പുറത്തേക്ക് ഇപ്പോ നമ്മൾ തുടക്കത്തിൽ സൂചിപ്പിച്ച DK ശിവകുമാറിന്റെ ഒരു പ്രസ്താവന, ഇതിന് പിന്നാലെ ഉണ്ടായ അല്ലെങ്കിൽ ഇതിന് മുൻപുണ്ടായിരുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് കുടിയൊഴിപ്പിക്കൽ സംബന്ധിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ വിമർശനത്തെക്കുറിച്ച് ഒരു മാധ്യമ പ്രവർത്തകൻ ശിവകുമാറിനോട് ചോദിച്ചിരുന്നു. മുസ്ലിങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള നടപടിയെ ന്യൂനപക്ഷ വിരുദ്ധ അക്രമ രാഷ്ട്രീയം എന്ന് പിണറായി വിജയൻ വിശേഷിപ്പിച്ചതിനെ കുറിച്ചും അല്ലെങ്കിൽ ഈ പറയുന്ന UP യിലെ ബുൾഡോസർ രാജിനെ കുറിച്ചും താരതമ്യം ചെയ്തിരുന്നല്ലോ എന്ന് ചോദിക്കുമ്പോൾ അതിന് മറുപടി ആയിട്ടാണ് അദ്ദേഹം പറയുന്നത്, ഞങ്ങൾക്ക് മലയാളികളെ വേണ്ട, ഞങ്ങളുടെ മുഖ്യമന്ത്രി ഇവിടെയുണ്ട്, അദ്ദേഹം തന്റെ ജോലി ചെയ്യട്ടെ. അതായത് ഞങ്ങൾക്ക് ഞങ്ങളുടേതായ മുഖ്യമന്ത്രിയുണ്ട്, അദ്ദേഹം ചെയ്യുന്നത് ശരിയാണ്, അതുകൊണ്ട് തന്നെ ഞങ്ങൾ അതിനെ അംഗീകരിക്കുന്നു എന്നുള്ള രീതിയിൽ. അതിനപ്പുറം ഇത്തരത്തിൽ കേരളത്തിൽ നിന്നുള്ള നേതാക്കന്മാർ ആര് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിമർശിച്ചാലും അല്ലെങ്കിൽ മറ്റ് ചോദ്യം ചോദിച്ചാൽ അവരതിന് മറുപടിയായിട്ട് പറയുന്നത് കേരളത്തിൽ ഇതിനും വലിയ പ്രശ്നങ്ങളുണ്ടല്ലോ, നിങ്ങൾ അത് തീർക്കൂ, ഇവിടെ വന്ന് അന്വേഷിക്കേണ്ട കാര്യമില്ല. പിന്നെ KC വേണുഗോപാലിന്റെ കാര്യത്തിൽ പോലും രാഹുൽ ഗാന്ധിയെ പോലും ഇതിൽ ഇപ്പൊ തൽക്കാലം ഇതുവരെയും പ്രത്യേകിച്ച് പരാമർശങ്ങളൊന്നും നടത്താത്ത രാഹുൽ ഗാന്ധിയെ പോലും ആക്ഷേപിക്കുന്ന രീതിയിൽ ഇത് രാഹുലിന്റെ കോളനി അല്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു രീതിയിലാണ് ഈ പറയുന്ന സർക്കാരിന്റെ ഭാഗത്ത് നിന്നുള്ള മറുപടി എന്ന് പറയുന്നത്. ഇതുപോലെ ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞനം കുത്തുന്ന പരിപാടി നമ്മൾ കണ്ടത് കേരളത്തിലാണ്. ഇപ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ വിഷയം ചോദിക്കുമ്പോൾ ഇതുപോലെ കൊഞ്ഞനം കുത്തുന്ന പരിപാടി നമ്മൾ കണ്ടിട്ടുണ്ട്. അത് തന്നെയാണ് കർണാടകയിലും സംഭവിക്കുന്നത്. ഇതിൽ എന്റെ ടേക്ക് എന്ന് പറയുന്നത്, കേരളത്തിൽ എന്തൊക്കെ പാകപ്പിഴകൾ സംഭവിച്ചിട്ടുണ്ടാകാം, കേരളത്തിൽ പരിഹരിക്കാൻ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകാം, പക്ഷെ കർണാടകയിൽ നടക്കുന്ന ഒരു സംഭവത്തിൽ പ്രതികരിച്ചു എന്നുള്ളത് ഇതിനൊരു ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇവിടത്തെ പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ട് അവിടത്തെ പ്രശ്നം നോക്കൂ എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. അത് രാഷ്ട്രീയമായ അപക്വത മാത്രമാണ്. ഇപ്പോൾ നിങ്ങൾ ചെയ്ത കുറ്റം നിങ്ങൾ അതിനെ ബാധിക്കൂ. ഇപ്പൊ എന്തുകൊണ്ട് അത് ചെയ്തു, അല്ലെങ്കിൽ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം തരൂ. അപ്പൊ ഇത് ശബരിമല സ്വർണ്ണക്കൊള്ളയാണെങ്കിലും അവിടെ നടന്ന ബുൾഡോസർ രാജാണെങ്കിലും UP യിൽ നടന്ന ബുൾഡോസർ രാജാണെങ്കിലും എന്ത് തന്നെ ആയാലും ഇവർ ഇതിനെല്ലാം ഉത്തരം കൊടുക്കണം. അതിപ്പോ ഇസ്രായേൽ പ്രധാനമന്ത്രി എന്ന് ചോദിച്ചാൽ ഉത്തരം കൊടുക്കേണ്ട ബാധ്യതയുണ്ട്. കാരണം ഒരുപാട് പൊതുജനങ്ങൾ, ഒരുപാട് മനുഷ്യർ, ഇപ്പോൾ എനിക്ക് തോന്നുന്നു 300 വീടുകളാണ് അവിടെ നശിപ്പിച്ചത്, 300 കുടുംബങ്ങളാണ് വഴിയാധാരമായത്. അപ്പോൾ ഇതിനെല്ലാം ഉത്തരം കൊടുക്കേണ്ടത് ഇവരുടെ ബാധ്യതയാണ്. എല്ലാവരും ചോദിക്കുകയും ചെയ്യും. ഈ ഒരു വിഷയത്തില് ഈ പറയുന്ന ശിവകുമാറിന്റെ ഒരു പ്രസ്താവനയെ ദേശീയ നേതൃത്വം അംഗീകരിച്ചോ എന്നൊരു ചോദ്യവുമായി BJPയുടെ ദേശീയ വക്താവായിട്ടുള്ള ഷഹസാദ് പൂനവാല ചോദ്യം ഉന്നയിച്ചിട്ടുണ്ട്. അതായത് ദേശീയ നേതൃത്വം ഇദ്ദേഹം പറഞ്ഞ വാക്കിനെ അംഗീകരിക്കുന്നുണ്ടോ? അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇത്തരത്തിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ ഇടപെടാൻ പാടില്ല, അല്ലെങ്കിൽ കേരളത്തിലെയുള്ള നേതാക്കന്മാർക്ക്, മലയാളികളായിട്ടുള്ള നേതാക്കന്മാർക്ക് ഇത്തരത്തിൽ വരാൻ പാടില്ലേ, അല്ലെങ്കിൽ ഇടതുപക്ഷവും വലതുപക്ഷവും തമ്മിലുള്ള ആ ഒരു തർക്കങ്ങൾ അത് വർഷങ്ങളായി നിലനിന്ന് പോകുന്നുണ്ടെങ്കിൽ പോലും പക്ഷേ ഇന്നിപ്പോൾ അതിന്റെ അതിരുകളെല്ലാം ലംഘിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അതിനെ അവരുടേതായ ആശയങ്ങളെ പോലും തിരുത്തി കുറിച്ചുകൊണ്ട്, ഇപ്പം BJP ആണ് ഏറ്റവും കൂടുതൽ മതത്തിന്റെ പേരിൽ, ജാതിയുടെ പേരിൽ, സ്ഥലത്തിന്റെ പേരിൽ ഒക്കെ വേർതിരിവ് കാണിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ആക്ഷേപിക്കുമ്പോൾ അത് ആ ഒരു കാറ്റ് ഇപ്പോൾ കോൺഗ്രസിലേക്കും കമ്മ്യൂണിസ്റ്റിലേക്കും വീശിയതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അദ്ദേഹത്തിന്റെ ആ ഒരു മറുപടി അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ചോദ്യം കൃത്യമായി പറയുന്നുണ്ട്, ഇടതുപക്ഷവും കോൺഗ്രസും തമ്മിലുള്ള പോരാട്ടം അത്രത്തോളം വളർന്നിരിക്കുന്നു. DK ശിവകുമാർ കേരള വിരുദ്ധവും മലയാളി വിരുദ്ധവുമായ പ്രസ്താവനകൾ പരസ്യമായി നടത്തുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. തങ്ങൾക്ക് മലയാളികളെ ആവശ്യമില്ലെന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. കേരളത്തിലെ കോൺഗ്രസ് ഈ പ്രസ്താവനയോട് യോജിക്കുന്നുണ്ടോ? ഈ ഒരു ചോദ്യം, കേരളത്തിലെ കോൺഗ്രസ് ഈ പ്രസ്താവനയോട് യോജിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് പല കോൺഗ്രസ് നേതാക്കളും പറഞ്ഞ, അല്ലെങ്കിൽ കോൺഗ്രസ് വക്താക്കളും പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. ഇത്തരത്തിൽ CPM പോലും വേരോട്ടമില്ലാത്ത ഒരിടത്ത് പോയിട്ട് CPM എന്തിന് ഇങ്ങനെ ഒരു ചോദ്യം ഉന്നയിച്ചു, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു. പക്ഷെ അത് മനുഷ്യത്വപരമായ ഒരു ഇടപെടലായിട്ട് മാത്രമേ നമുക്ക് കാണാൻ സാധിക്കൂ. ഈ CPM സ്വന്തം പാർട്ടിക്കാർ എന്ത് ചെയ്താലും അതിനെ അന്ധമായി ന്യായീകരിക്കുന്ന തരത്തിലേക്ക് കോൺഗ്രസ് പ്രവർത്തകർ പോകരുത് എന്നാണ് ഇതിൽ എന്റെ ടേക്ക്.